ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൊതുവേ ടെൻറ്റ് സ്റ്റേക്കാണ് ചെയ്യാറുള്ളത്, എന്നാൽ അതല്ല ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഗവി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കൊച്ചു പ്രദേശമായ കക്കാടംപൊയിൽ സ്റ്റേ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അതുപോലത്തെ അവിടുത്തെ കാഴ്ചകളുമായിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക കേട്ടോ. ശരിക്കും സ്വപ്നയാത്ര ബ്രദേഴ്സ് ക്ലബിൻ്റെ കീഴിലാണ് ഇന്നത്തെ യാത്ര. അപ്പം നമുക്കിനി എല്ലാവരും ആളുകളൊക്കെ വന്ന് സെറ്റ് ആവുന്നുള്ളൂ. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ കക്കാടംപൊയിൽ കോയിപ്പാറ വാട്ടർഫാൾസിലെത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മച്ചാന്മാരൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വള്ളത്തിൽ ഇപ്പോഴും ഇറങ്ങാൻ ആയിട്ടുള്ള സ്ഥിതിഗതികളായിട്ടില്ല, കൊറോണയുടെ ഇഷ്യൂ കൊണ്ട്. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് വാട്ടർഫാൾസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനും ടിക്കറ്റ് എടുക്കണം. 40 രൂപയാണ് ടിക്കറ്റ് മുതിർന്നവർക്ക്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 10 രൂപയും. യാത്ര പിന്നെ മെമ്പേഴ്സുകളാണ്. എല്ലാവരും നമുക്ക് വൈകിട്ട് പരിചയപ്പെടാം. വള്ളത്തിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അങ്ങനെയുണ്ട്, അടിപൊളി. മഴക്കാലം മഴ കുറഞ്ഞത് കൊണ്ട് വലിയൊരു വെള്ളം ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റിയ ടൈപ്പിൽ വാട്ടർ ഉണ്ട് കേട്ടോ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ വരുന്ന കേരള വനവകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥലം കേട്ടോ. വൈകുന്നേരം സമയങ്ങളിലൊക്കെ കൂടുതൽ ഫാമിലി ആളുകളൊക്കെ വരുന്നൊരു പ്രദേശമാണത്. 4 മണി വരെയാണ് ടിക്കറ്റിൻ്റെ സമയം. അതിന് ശേഷം അല്ലാതെ ഉള്ളിലവർക്ക് കാണാമെന്നല്ലാതെ പുറത്തുനിന്ന് ആളുകളെ കയറ്റാറില്ല. സംഭവം നൈസായില്ലേ? എങ്ങനെയുണ്ട്? ഒരു ഫാമിലീൻ്റെ ഒപ്പം വന്നതാട്ടോ. നമ്മളെ വാട്ടർഫാൾസിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടേക്ക് വന്നൊരു ഫാമിലിൻ്റെ അടുത്ത് കണ്ടൊരു കാഴ്ചയാണ്. ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്നത് സെറ്റപ്പായി. അപ്പോൾ ഇത് പക്ക ഓഫ് റോഡാണ്. നമ്മളെ ഇന്ന് സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാട്ടത്. ഫുള്ള് കല്ലാണ്. റോഡ് കണ്ടില്ലേ? ഇതൊക്കെ കണ്ടില്ലേ? അപാര കല്ല്. എങ്ങനെയുണ്ട്? ഒന്നുമില്ല, വണ്ടിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒയ്യും. ഈ കൊറോണ ഇഷ്യൂ കഴിഞ്ഞിട്ട് യാത്രയുടെ ആദ്യത്തെ റേറ്റാട്ടത്. ചെറിയൊരു മലബാറിലെ ഗവി എന്നറിയപ്പെടുന്ന ചെറിയൊരു പ്രദേശമായ കക്കാടംപൊയിലാണ്. അടിപൊളി സ്ഥലമാണ്. ആവശ്യത്തിന് ഓഫ് റോഡിങ്ങും ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്.
നമ്മളെ കോയിപ്പാറ വാട്ടർഫാൾസിൽ നിന്ന് മാറി ഒരു 5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ കാണുന്ന റിസോർട്ടാണ്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് എങ്ങനെ ഉണ്ട്? അവർ കണ്ടോ ഓട്ടോ അടക്കം ഇവിടെ ഈ റോഡിലൂടെ എത്തിച്ചു. അപാര തന്നെ. ഓഹോ, വലിയ വലിയ കല്ലുകളല്ലേ കല്ലുകൾ. അങ്ങനെ ഇത് നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ചെക്കന്മാരൊക്കെ അവിടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഒരു 4-5 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം ട്രക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ കാണട്ടോ. നമ്മളെ ബാഗ് സാമാനങ്ങളൊക്കെ എന്തായാലും അവരുടെ ജീപ്പിൽ മേലോട്ട് എത്തിക്കുക ചെയ്യുക. അപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, മേലെ വരെ ട്രക്കിംഗ് ആണ്, നൈറ്റ് ട്രക്കിംഗ് ആണ്. എന്താവും എന്നൊന്നും പറയാൻ പറ്റില്ല. സമയം 6 മണിയായിരുന്നു. കൃഷി കേട്ടോ ഇവിടെ വാഴ കൃഷി, അതുപോലെ കാപ്പി കൃഷികളൊക്കെയാണ് 2 സൈഡിലും. അതിലൂടെ അഡ്വഞ്ചർ ട്രക്കിങ്ങാണ് നമ്മൾ നടത്തുന്നത്. മുകളിലേക്ക് കണ്ട് കയറിയപ്പോഴുള്ള കാഴ്ച നോക്കി. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ വലിയ ചെറിയ ചെറിയ മലനിരകളോ കാണുന്നുണ്ട്. അതിലൊക്കെ കോട പുല്ല് മൂടി കിടക്കാറുണ്ടോ.
അല്ലേ? അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. യാത്ര ആയതുകൊണ്ട് നമ്മൾ രാവിലത്തെ മോർണിംഗ് വൈബൊക്കെ നമുക്ക് നോക്കട്ടോ എങ്ങനെ ഉണ്ടെന്ന്. കാരണം ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ്. സമയം 6 മണിയായി. രാവിലെ മോർണിംഗത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു വരട്ടോ. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെ ആയിരുന്നു. ചെക്കന്മാരൊക്കെ എന്തായാലും എണീച്ചിട്ടുണ്ട്. ഓരോ ആളുകളും ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് സെറ്റായി നിൽക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം നമുക്ക് ഇവിടെ നൈറ്റിന് വന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് കാണിച്ചു തരാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമുക്ക് രാവിലത്തെ വ്യൂ ഒക്കെ നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ടെൻറ്റ് സ്റ്റേ ചെയ്യുന്നവർക്ക് ടെൻറ്റായിട്ട് സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഡോർമെട്രി, അതുപോലെ തന്നെ ട്രീ ഹെഡ്, ഇങ്ങനത്തെ സെറ്റപ്പിലൊക്കെ ഉണ്ട്. നമുക്കൊന്ന് നോക്കട്ടോ. ഇതൊരു ഹോം സ്റ്റേ ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഹോം സ്റ്റേകളാണ്. ഇവിടെ ഒരു ട്രീ ഹെഡ് കാണുന്നു. ഫുള്ള് പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതായത് ഫുള്ള് കാട് അങ്ങനത്തെ ഏരിയയാണ്. കാരണം ആളുകളുടെ ബുദ്ധിമുട്ടോ അതുപോലെ തന്നെ സൗണ്ടോ വാഹനങ്ങളുടെ സൗണ്ടോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്.
കുറച്ച് മുകളിലേക്ക് വന്നപ്പോൾ നോക്കി ഒരു സ്വിമ്മിംഗ് പൂൾ, നാച്ചുറൽ സ്വിമ്മിംഗ് പൂളൊക്കെ കാണുന്നുണ്ട്. പൊതുവേ നമ്മൾ എല്ലായിടത്തും പോയ സ്വിമ്മിംഗ് പൂൾ സെപ്പറേറ്റ് ഉണ്ടാവും, പക്ഷെ ഇതങ്ങനെയല്ല. നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയാൻ കാരണം ഇതിക്ക് വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ മുകളിൽ മലമുകളിൽ നിന്ന് ഉള്ള വെള്ളമാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, കണ്ടില്ലേ? നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ നമ്മളെ ബാർബിക്യൂ, അതുപോലെ അങ്ങനത്തെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ, അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ, ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു മൺപാത്ത് കാണുന്നുണ്ടാവും. ഇതെന്നാൽ പ്രകൃതി ആണ്. അതായത് നമ്മളെ ഷൂവും അതുപോലെ തന്നെ ചപ്പലൊക്കെ ഇട്ട് നടക്കുന്നത് കൊണ്ട്, ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് എന്താവില്ല, മണ്ണൊക്കെ നമ്മളെ കാല് തട്ടി കഴിഞ്ഞാൽ കുറേ അസുഖങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകും. അപ്പം ആ വിട്ടുപോകാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പാണിത്. അതായത് നമ്മളെ ആകെ മണ്ണിലെ പേസ്റ്റ് നമ്മളെ കാൽമില്ലും അതുപോലെ തന്നെ ആയിക്കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രകൃതിയായിട്ടുള്ള കുറേ അസുഖങ്ങൾ നമ്മളിൽ നിന്ന് ഇല്ലാതാവും. അതിനുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ട് അതുപോലെ ഇങ്ങോട്ട് കുളിക്കണിന് മുമ്പൊന്ന് ഇറങ്ങി ഒന്ന് പേസ്റ്റൊക്കെ ആക്കിയിട്ടായിരിക്കും കുളി ഉണ്ടാവുക. അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം, വൈകിട്ട് കാണാം. ഇതിന് മുകളിൽ കുറച്ച് സെറ്റപ്പ് ഉണ്ട്, അവ പോയി നോക്കട്ടോ. നീച്ചോ, എങ്ങനെയുണ്ട് സ്റ്റേ ഒക്കെ? അടിപൊളിയല്ലേ? നല്ല തണുപ്പായിരുന്നില്ലേ എന്നേ? ടെൻറ്റിലായപ്പോൾ ഒന്നും കൂടി വെറൈറ്റി ആയി. ഇവിടെ ടെൻറ്റുണ്ട്. ഇപ്പോൾ ടെൻറ്റ് സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ഹോം സ്റ്റേ, 2 ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ടാണ് അവിടെ. നല്ലൊരു വൈബായിരിക്കും. വരാൻ താല്പര്യമുള്ളവരൊക്കെ വരിക.